ഹലോ, നമ്മളിപ്പോൾ പോകുന്നത് കല്ലിൽ ഭഗവതി ക്ഷേത്രം. നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടാണോ ഒരു റിലാക്സേഷൻ കൊണ്ടാണോ എന്നറിയില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്ര ഭംഗിയായിട്ടും അത്ര പീസ്ഫുള്ള് സൈലൻസ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു നമ്മുടെ നാടിനോട് ചേർന്നിട്ടുള്ളൊരു അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. അത്ര മനോഹരമായിരുന്നു. പിന്നെ അതൊരു കല്ലിൽ ഒറ്റ പാറയിലാണ് ഈ ഒരു ക്ഷേത്രം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഭഗവതി ക്ഷേത്രം വന്നേക്കുന്നത്. അപ്പം ഞാൻ പോയൊരു സമയം എന്ന് വെച്ചാൽ ഉച്ച സമയമാണ് ഞങ്ങളവിടെ എത്തിയത്. അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല, കാരണം 5:30ക്കാണ് അവിടെ അമ്പലം ഓപ്പൺ ആവുന്നത്. ഇപ്പം ഇത് അതിൻ്റെ സൈഡിൽ കൂടിയിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിൽ കൂടിയുള്ള വഴികളിലൂടെയൊക്കെ പോയി. ഈ ഒരു സൈഡിൽ നമുക്ക് അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗം കാണാം. ഒറ്റ പാറയിൽ അത് നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗിയും ആ ഒരു എന്താ പറയുക അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അടുത്ത് നല്ല ശുദ്ധമായ വായു, ആ കാറ്റ്, കിളികളുടെ ആ ഒരു സൗണ്ട്, കുയിലിൻ്റെ നാദം, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കൂടുതൽ ഇൻട്രസ്റ്റ്. യാത്ര പോകാനും അത് കാണാനൊക്കെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കാണാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പാലയുടെ ഇടയിൽ കൂടിയിട്ടുള്ളൊരു ആ വഴിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ചൊരു പേടി തോന്നി, കാരണം വെച്ചാൽ ഇപ്പം പൊട്ടി വീഴുമെന്നൊക്കെ. പക്ഷെ ഇല്ല, ഭയങ്കര സ്ട്രോങ് ആണ്. മേളിൽ കാണുന്ന ഒരു പാറയില്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഭഗവതി ഇരിക്കുന്നത്. നമുക്ക് കുറേ പടികളിലൂടെയാണ് കയറണം. പിന്നെ കുറേ അതിൻ്റെ അടിയൊക്കെ നമുക്ക് ശരിക്കും കാണാം. ഇതിൻ്റെ ഉള്ളിലാണ് കോവിൽ വരുന്നത്. പിന്നെ കുറേ പേരിങ്ങനെ കല്ലുകൾ അടക്കി വെച്ചിട്ട് എന്തോ ഒരു നേർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്നും നേർച്ച എന്താണെന്നും എനിക്കറിയില്ല. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാനും അത് ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കുറേ കല്ലുകൾ ഇങ്ങനെ അടക്കി വെക്കാം. മനസ്സിൽ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിടയിൽ കല്ലുകൾ അടക്കി വെച്ച ശേഷമാണ് ഞാനൊരു കോയിൻസ് ഇങ്ങനെ കൂട്ടി അടക്കി വെച്ചേക്കണത് കണ്ടത്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ കോയിൻസ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു നേർച്ച അവരിങ്ങനെ ഒരു നേർച്ച വെച്ചിട്ടുണ്ട്, പൈസ വെച്ചിട്ട് അങ്ങനെ പൈസ. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ ശ്രമിച്ചില്ല. പിന്നെ കുറേ നോക്കി നടന്നു. എന്താ ഭംഗിന്നറിയാം, അത് ശരിക്കും നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല, വാക്കുകളൊന്നും കിട്ടില്ല. അത്രയും മനോഹരമായിരുന്നു. കാടുകളും അതിൻ്റെ ചുറ്റുവട്ടമുള്ള അന്തരീക്ഷങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു. കുറേ നേരം ആ ഒരു കുറച്ച് സമയം ഫുള്ളി മെൻ്റലി ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത ഒരു സമയമായിരുന്നു കേട്ടോ. പിന്നെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഫുള്ള് പച്ചപ്പ്. സാധാരണ കെട്ടിടങ്ങളൊക്കെ വന്ന് നമ്മുടെ നാടിൻ്റെ ആ ഒരു മനോഹാരിത എല്ലാവരും നശിപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ അതേപോലെ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്ര ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ആ പറയിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചൊന്ന് എന്താ പറയുക അതൊന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഈ ഒരു യാത്ര ഫുള്ള് ഞാൻ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭഗവതിനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നമ്മൾ വന്ന ടൈം നമുക്കറിയില്ലല്ലോ, ഇവിടുത്തെ ടൈം എപ്പോഴാണ് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെ ഇരുന്നു. ഞാൻ എൻ്റെ എന്താ പറയുക ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ട് പിന്നത്തെ യാത്ര ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.